ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇരിക്കുകയാണ്, ടാനൊക്കെ വന്നിട്ട് അതുപോലെ പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയായിട്ട് നിങ്ങൾക്ക് കാണാത്തതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര റിസൾട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ടാനൊക്കെ വന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തൈര്, കടലമാവ്, ഒരു പൊടിക്ക് മഞ്ഞൾ, ഇത്രയും ഈ ഒരു 3 ഐറ്റംസാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു 3 ഐറ്റംസ് ചേർത്തിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, മോൻ വീട്ടിലുള്ളപ്പോഴൊക്കെ എനിക്കിതിന് ടൈം കിട്ടാറില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് നമ്മളിത് ഫേസിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകിയപ്പോൾ ഡ്രസ്സെല്ലാം നനഞ്ഞ് മൊത്തത്തിൽ മാറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടയറയുടെ മേക്കിംഗ് വീഡിയോ ആണ്. വൈറ്റ് ഫ്ലവേഴ്സും ഗ്രീൻ ലീഫും ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടയറയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ലീഫ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ലീഫുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡിലും വൈറ്റിലും ഗ്രീൻ കളറിലും ഒരുപാട് ലീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലീഫ് വെച്ചിട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമേ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. റോസ് ഫ്ലവർ അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഒരുപാട് പേര് ഇത് ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യുമ്പം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടില്ല, അത്യാവശ്യം നല്ല ലെങ്ത്താണ്. തലയിൽ വെച്ച് കഴിഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വേണ്ടവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ് കേട്ടോ. 2 സൈസിലുള്ള ഗിയർ വയറാണ്. ഇതിന് ഗിയർ വയർ എന്നും കോപ്പർ വയർ എന്നും പറയേ. അപ്പോൾ നമുക്കിത് സിൽവറിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഗ്രീൻ കളറിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ. ഐ ഡ്രോപ്പ് ഷേപ്പിലാണ് വരുന്നത്. ഇത് കണ്ടാലേ നമുക്ക് ക്രിസ്റ്റൽ പോലെയൊക്കെ തോന്നും, പക്ഷേ പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു ബീഡ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ബീഡാണ്. പിന്നെ വേണ്ടത് ലീഫാണ്. ഗ്രീൻ കളറിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്ലവേഴ്സാണ് കേട്ടോ. കണ്ടില്ലേ, വൈറ്റ് റോസിൻ്റെ പോലെയുള്ള ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഹോള് വന്നിട്ട് സൈഡിലായിട്ടാണ് വരുന്നത്. സാധാരണ നമ്മൾ സെൻറ്ററിൽ ഹോള് വരുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷേ ഇത് സൈഡിലോട്ടായിട്ടാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ കാണുന്ന ബീഡ്സൊക്കെ കോർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന ഈ ഒരു ഗ്രീൻ ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഏകദേശം ഈ ഒരു ബീഡിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സൈസ് വന്നിട്ട് 6 ആണ് കേട്ടോ. ഇനിയിപ്പം 5 ആയാലും കുഴപ്പമില്ല. പറ്റ കുഞ്ഞിയത് എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ വലിയ ടൈപ്പ് ബീഡ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ് കോർത്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. 3ാമത്തെ ബീഡും കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. സെൻറ്റർ ഭാഗത്തുള്ളത് കുറച്ച് മുകളിലോട്ടായിട്ട് നിൽക്കും. ഇനി താഴെ കാണുന്ന 2 കമ്പികൾ ഇങ്ങനെ പിരിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലവറാണ് നമ്മൾ കോർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കോർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്ലവർ ഇതിൻ്റെ സൈഡിലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ 2ാമത്തെ ഫ്ലവർ നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും ഓരോ ഫ്ലവർ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. ഇനി താഴെ കാണുന്ന 2 കമ്പികൾ നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു
പാർട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഒരു പാർട്ട് ഇതാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് വന്നിട്ട് ഈ ഒരു ലീഫ് വെച്ചിട്ടുള്ള പാർട്ടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗിയർ വയർ എടുക്കുകയാണ്. ആ ഒരു ഗിയർ വയറിൽ ഈ ഒരു ലീഫ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കോർത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു കമ്പി വെച്ചിട്ട് ഒന്നും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. അത് സെൻറ്റർ ഭാഗത്തോട്ടാക്കി വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. ആ ഒരു ലീഫ് ഇങ്ങനെ ഇളകാനൊന്നും പറ്റില്ല, അത്രയും ടൈറ്റായിട്ട് ഇരിക്കണം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ഈ ഒരു ലീഫ് കോർത്ത് കൊടുക്കുകയാണ്. ഈ ലീഫ് വെച്ചിട്ട് നമ്മൾ ടയർ ചെയ്യുമ്പോൾ ലീഫിൽ ഇതുപോലെ കോർത്ത് കൊടുക്കുമ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ കമ്പി ചുറ്റി കൊടുക്കണം, എന്നാലേ ഇതിങ്ങനെ ടൈറ്റായിട്ട് കിട്ടുള്ളേ. അപ്പോൾ 2-3 പ്രാവശ്യം ചുറ്റിയിട്ടും ടൈറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ലീഫിന് 2 പ്രാവശ്യം ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി ബാലൻസ് വരുന്ന 2 കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കി വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലീഫ് വെച്ചിട്ടുള്ള പാർട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 4 ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 4mm ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ കാണുന്ന പാർട്ടുകളൊക്കെ പിരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പാർട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ പിരിച്ചു കൊടുക്കണേ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലീഫിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലവറിൻ്റെ താഴെയായിട്ട് വേണം ഈ ഒരു ലീഫ് നിൽക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പാർട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. എല്ലാം ഇങ്ങനെ നേരെ ആയിട്ടാണ് നമ്മൾ പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും പാർട്ട് ഇങ്ങനെ മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാർട്ട് ഉണ്ടാക്കാനായിട്ടാണ് നമുക്ക് കൂടുതൽ ടൈം വേണ്ടത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കൂടുതലും സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ DTDC യൂസ് ചെയ്യാം. നമ്മൾ DTDC വഴിയും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസും അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതുപോലെ ടയർ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടയർ റെഡി ആയിട്ടോ. അപ്പോൾ ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടയറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു 2-3 മണിക്കൂർ നമുക്ക് പകൽ സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ടയർ ബ്രൂച്ചൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീൻ അല്ല, ഇതിൻ്റെ വേറെ കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള കളേഴ്സിൽ വരുന്ന ബീഡ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഫ്ലവേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.